Hi everyone, welcome to our Honeydew kitchen. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിൽ ഗോർഡ് വെച്ചുള്ള ഒരു ഡിഷാണ് ബോട്ടിൽ ഗോർഡ് കിച്ചടി. ബോട്ടിൽ ഗോർഡ് വെയിറ്റ് ലോസിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ്. പിന്നെ ഹെൽത്തിന് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ല ഒരു വെജിറ്റബിളാണ് ബോട്ടിൽ ഗോർഡ്. അവർക്ക് ചപ്പാത്തിയോടൊപ്പമൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ ഈ കിച്ചടി ചപ്പാത്തിക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഡയബറ്റിക് പേഷ്യൻസൊന്നും പൊട്ടാറ്റോ ഒന്നും കൂടുതൽ അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് വന്നിട്ട് ഈ ബോട്ടിൽ ഗോർഡ് ഭയങ്കര കോമ്പിനേഷനായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടും. ഇത് ഡയബറ്റിക്കിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിച്ചടിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ബോട്ടിൽ ഗോർഡ് വേണം. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ ഗോർഡ് എടുത്തിട്ടുണ്ട്, ഒരു വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് ബോട്ടിൽ ഗോർഡിൻ്റെ. പിന്നെ കേർഡ് എടുത്തിട്ടുണ്ട്, ഞാനിതിപ്പോൾ ഒരു കപ്പ് കേർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ ജീരകം 1 ടീസ്പൂൺ, പൊടിയല്ല, ജീരം ഫുൾ ജീരയാണ്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നുപരിപ്പ് അതും 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് അതും 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി. അപ്പം അത് വന്നിട്ട് ഞാൻ ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും പിന്നെ കൊത്തമല്ലി ഇലയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഷുഗർ, അവസാനം നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് വേണം, അതൊരു 1/2 സ്പൂൺ ഷുഗർ ഇട്ടാൽ മതിയാവും, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കിംഗ് ഓയിൽ ഒരു 1 to 3 സ്പൂണോളം കുക്കിംഗ് ഓയിലും വേണം. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുന്ന പിക്ചർ ഞാൻ ബോട്ടിൽ ഗോർഡ് ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കടായി വെച്ച് അതിലോട്ട് ഫസ്റ്റ് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലോട്ട് കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് പൊട്ടി ഒന്ന് ശരിയാവുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇട്ടതിന് ശേഷം അതിന് പുറത്തോട്ട് നമുക്ക് ഈ കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നത് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വശക്കിയെടുക്കാം. ഇത്രയും സാധനങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം. വശക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കുറച്ച് വശങ്ങി കുറച്ച് ബ്രൗണിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബോട്ടിൽ ഗോർഡ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബോട്ടിൽ ഗോർഡ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വശക്കി കൊടുക്കാം. അത് വശക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗോർഡ് എന്ന് പറയുന്നത് ഏറ്റവും വെള്ളം നിറഞ്ഞ ഒരു വെജിറ്റബിളാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം മതിയാവും ഇത് വേവാനായിട്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു ഇനി അടുത്ത് നമുക്ക് മിക്സി എടുത്തിട്ട് മിക്സിയിലോട്ട് നമുക്ക് ഈ കേർഡ് എടുത്ത് വെച്ചിരുന്നല്ലോ, 1 കപ്പ് കേർഡ്. അപ്പോൾ ആ കേർഡിലോട്ട് 2 പച്ചമുളകും ഇട്ടിട്ട് അതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഇത് വെന്തിട്ടുണ്ടോ, ബോട്ടിൽ ഗോർഡ് എങ്ങനെയാണ് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കറക്റ്റായ പാകമാണ്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അതിലോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിന് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ചെറിയ ചൂടാറിയതിന് ശേഷമേ നമുക്ക് ഈ തൈര് മിക്സിയിൽ അടിച്ചല്ലോ അത് ഒഴിക്കാവൂ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചൂടോടെ തൈര് എടുത്ത് ഒഴിച്ചാൽ. അപ്പോൾ അത് ചൂടൊന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കേർഡ് അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാവൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുളിയൊക്കെ കോമ്പൻസേറ്റ് ആവാനാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബോട്ടിൽ ഗോർഡ് കിച്ചടി റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നല്ല
നല്ല റിച്ച് ആയിട്ടുള്ള ബോട്ടിൽ ഗോഡ് കിച്ചടിയാണിത്. ഏറ്റവും നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇത് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.